ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ കളിക്കുന്നത്. 99 മിനിറ്റ്സിൻ്റെ പോർഷനകത്ത് നമ്മൾ കളിച്ച ബാക്കിയാണ് കളിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് കിഡിനെ അന്ന് റെസ്ക്യൂ ചെയ്തായിരുന്നു. ഇനി നമ്മൾ സെക്കൻഡ് കിഡിനെ റെസ്ക്യൂ ചെയ്യാൻ പോണത്. സെക്കൻഡ് കിഡ് ഇവിടെ അടുത്തുണ്ടാവും. നമുക്ക് മാപ്പിൽ നോക്കാം. മാപ്പ് എടുത്ത് നോക്കാം ഗൈസ്. മാപ്പ് ഇവിടുന്ന് 2.15 മീറ്റർ അവിടെയാണെന്നാണ് ഗൈസ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് ഈ ബെയർ ട്രാപ്പ് എടുത്തുകൊണ്ട് പോവാം. ഡ്രാഗ് ബെയർ ട്രാപ്പ് ഇവിടുന്ന് 715 മീറ്റർ നടക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടുന്ന് നോക്കാം. സ്ഥലം എത്തി, കുറച്ചും കൂടെ പോയാൽ മതി. ഓക്കെ, ഗൈസ് നമ്മളിനിയും മാപ്പ് വന്നിട്ടില്ല. അപ്പം നമുക്ക് മാപ്പ് കൂട്ടാനുള്ള പരിപാടി നോക്കാം. ആദ്യം നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാം. ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുപോയി അവിടെ വയ്ക്കാം. എന്നിട്ട് മാപ്പ് നമുക്ക് ഇത് ചെയ്യാനുള്ള വലുതാക്കാനുള്ള സകല പണികളും ചെയ്യാം. പിന്നെ നമുക്ക് ഡിയറിനെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഡിയർ മറ്റേ ബാറ്റുമായിട്ട് ഫൈറ്റ് ചെയ്ത് നമുക്ക് വല്ല ചെസ്റ്റിനകത്തുനിന്നുള്ള സാധനങ്ങൾ കിട്ടും ഗൈസ്. ഇതിവിടെ അൺഡ്രാഗ് ചെയ്തിടാം. കിട്ടിയ കോളെടുത്തിനത് ഇടാം. എന്നിട്ട് കിട്ടണ സകലമാന കോളുകളും എടുത്ത് ക്യാമ്പ് ഫയറിനകത്തേക്ക് ഇടണം. എന്നിട്ട് വേറെ വല്ല ഫയർ റീസോഴ്സസും കണ്ടുപിടിക്കാൻ പോകണം. നമുക്ക് കിട്ടിയേക്കണത് ഐസ് ബയോമാണ്. ഐസ് ബയോമിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. മറ്റേ ഔളിൻ്റേതായിട്ടുള്ള വല്ല കാര്യങ്ങൾ കൾട്ടസ് ഒക്കെ കാണും ഐസ് ബയോമിൻ്റെ അകത്ത്. ഓക്കെ, നമുക്കൊരു ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് ബാൻഡേജ് ഇട്ടിട്ട് ആ ഡിയറിനെ ഹീൽ ചെയ്യാം ഗൈസ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലോട്ട് കാണിച്ചു തരാം. ആദ്യം നമുക്ക് സ്ക്രാപ്സ് ഒക്കെ കളക്ട് ചെയ്യാം. എന്നിട്ട് കിട്ടണ കോളും കളക്ട് ചെയ്യാം. ആമോ ആവശ്യമില്ല, കോളൊക്കെ കളക്ട് ചെയ്യാം. അവിടെ ഒരു കോളുണ്ട്. കോളല്ല, ഇവിടെ കുറേ ചെസ്റ്റ് ഉണ്ട് ഗൈസ്. അത് കിട്ടില്ല, കോളം അടിച്ചേക്കണം. ഇനി ഒരെണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിയറിനെ നമ്മളെ ആവശ്യത്തിലൊക്കെ എന്നിട്ട് കുക്ക് ചെയ്തിട്ട് ഡിയറിന് കഴിക്കാൻ കൊടുത്താൽ മതി. ഒരു സ്പിയറാണ് കിട്ടിയത്. നല്ല OP ഐറ്റം തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. OP ഐറ്റമാണ് സാധനം ഓവർ പവർഡാണ്. ഇതിനകത്ത് ഒരെണ്ണം നോക്കാം. അത് ജസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ബാൻഡേജ് ഉണ്ടാവണം. പോളിയായിരിക്കും. നമുക്ക് ഡിയറിനെ ടൈം ചെയ്യാം. ബാൻഡേജ് ലെതർ ബോഡിയാണ് ഗൈസ് കിട്ടിയത്. എല്ലാ സാധനമൊക്കെ തന്നെയാണ്. എന്നാലും നമുക്ക് ഡിയറിനെ വേണമെങ്കിൽ നമ്മൾ മറ്റേ സാധനം തന്നെ എടുക്കണം. കോളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. കോളൊക്കെ എടുക്കാം. എന്നിട്ടൊക്കെ നമ്മളെ ക്യാമ്പിലേക്ക് പോയിട്ട് കിട്ടിയ സാധനം എല്ലാം എടുത്തിടാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഡിയറിനെ ഹീലും ചെയ്യാം ചെറുതായിട്ട്. ഓക്കെ, ഇനി കിട്ടിയ മെറ്റൽ സ്ക്രാപ്പൊക്കെ എടുത്തിടാം. എന്നിട്ട് ഒരു കോമ്പസ് സൺഡൈ ഇത് രണ്ടും ഉണ്ടാക്കാം. ആവശ്യമുള്ളത് കോമ്പസ് വേണം. സൺഡൈയിൽ മേടിക്കാൻ കാശില്ല. കോമ്പസ് എടുത്ത് കൂടെ വയ്ക്കാം. കോമ്പസാണ് നല്ലത്. പിന്നെ നമുക്ക് വേണ്ട ഒരു ബെയർ ട്രാപ്പാണ്. 2 ബെയർ ട്രാപ്പും മേടിച്ചിട്ടുണ്ട്. കുഞ്ഞിനടുത്ത് എടുക്കാനായിട്ടില്ല. കുറച്ചും കൂടെ നമുക്ക് ഫ്യൂവൽ സോഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കോള് തപ്പി ഇറങ്ങാം നമുക്ക് ഗൈസ്. ഓക്കെ, എൻ്റെ അമ്മോ, നമ്മളങ്ങനെ അവസാനത്തെ കുഞ്ഞിനെ രക്ഷിക്കാറായിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഫാസ്റ്റർ. ഓക്കെ, രണ്ടാമത്തെ കിഡിനൊക്കെ പെട്ടെന്ന് രക്ഷിക്കണം. സ്പീഡ് റൺ അടിക്കാം. നമുക്ക് സ്ട്രൈറ്റ് അങ്ങ് പോയാൽ മതി. എന്നിട്ട് 2 ബെയർ ട്രാപ്പ് വെച്ചിട്ട് നമുക്ക് എല്ലാ വൂൾഫുകളെ ഇത് ചെയ്യാം. ഐ ആം ഹംഗ്രി. എന്തെങ്കിലും പണി ചെയ്യണം ഗൈസ്, എല്ലാം നടക്കത്തില്ല. ഹംഗ്രി ആയിരിക്കുമ്പോൾ ഒത്തിരി പണിയാം. ആയി നമുക്ക് വഴിയുണ്ട്. ഇവിടത്തെ ഒന്നും എടുത്തിട്ടില്ല, അതൊക്കെ എടുക്കാം. ഇവിടുന്ന് ഇച്ചിരി നമുക്ക് തിന്നിട്ട് പോകും. ഇപ്പം മറന്നുപോയി. കുക്ക് ചെയ്തിട്ട് തന്നെ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയറും സാധനം.
ഫുള്ളാക്കിയിട്ട് പോയാൽ മതി. കൂടുതൽ ഈ സ്റ്റീക്ക് എടുത്താൽ മതി. മോഴ്സലിന് അത്രയും ഇതില്ല, പോഷകഗുണമില്ല. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്ത് തിന്നാം. അപ്പോഴത്തേക്കും നമുക്ക് ഹെൽത്ത് അല്ല ഹങ്കർ ബാർ പെട്ടെന്ന് കൂടുതലായി കിട്ടും. വേഗം ചെല്ലാം ഗൈസ്, നോ ടൈം വേസ്റ്റ്. ഓക്കെ, ടൈം വേസ്റ്റ് ഇല്ല ഗൈസ്, കുഞ്ഞിനെ രക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. പിന്നെ കമൻ്റ് ഇടുക ഗൈസ്, മറക്കരുത്. കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പാർട്ട് 3 വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, നമ്മളെന്തും ചെയ്യുന്നതാണ്. അയ്യോ, ബാൻഡില്ലാത്ത ആൽഫ വോൾഫ് ഉണ്ടേ, അത് ശ്രദ്ധിക്കണം. നമുക്ക് ബാൻഡ് ഉള്ളതിനെ മതി. അങ്ങനെ നമുക്ക് കുറേ എണ്ണത്തിന് ഇങ്ങനെ പിടിക്കാം ഗൈസ്. അതാണ് ഇത് കൊണ്ടുള്ളൊരു ഗുണം. ഓക്കെ, അതും സെറ്റ്. ഇനി അടുത്ത ആ 3 എണ്ണത്തിനെയും പിടിക്കണം. ആരെങ്കിലും 2 പേരും വന്നു. 2 പേരൊന്ന് ഫോർട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ് ഗൈസ്. ഓ ഗൈസ്, റൺ. ആൽഫ വോൾഫിന് എടുക്കാത്ത സ്പീഡാ. നമുക്ക് റൺ ചെയ്താലേ പ്രശ്നമല്ല, റൺ ചെയ്താലേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ലോ ഹെൽത്ത്. ഓട്. ഓ, ജസ്റ്റ് മിസ്. ഐ എസ്കേപ്ഡ്. ഇറ്റ് വാസ് എ ഡിസാസ്റ്റർ. എൻ്റെ അമ്മോ. അങ്ങനെ എസ്കേപ്പായി. ഇനി നമുക്ക് ഡിയറിനെ പോയി ഹീൽ ചെയ്യാം. വേർ ഇസ് ദ ഡിയർ? ഡിയറിൻ്റെ കാല് നമുക്ക് ഹീൽ ചെയ്യാം. ഓക്കെ, അത് ഹീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബാൻഡേജും കൂടെ കിട്ടണം ഗൈസ്. ആദ്യം ഒന്ന് രാവിലെ ആവട്ടെ. രാവിലെ ആയിട്ട് ഹെൽത്ത് ഒന്ന് റീസ്റ്റോർ ആയിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ ഹെൽത്ത് റീസ്റ്റോർ ആവാതെയും പോവാം, കയ്യിന് പോണേന് നോ പ്രോബ്ലം ആണ്. ഇന്ന് നമ്മൾ ആ സെക്കൻഡ് കിഡിനെ ഉറപ്പായിട്ടും നമ്മൾ സേവ് ചെയ്തിരിക്കും ഗൈസ്. വേഗം പോവാം. ഓക്കെ, വാ വേഗം. വേഗം ഫാസ്റ്റർ. ബാൻഡേജ് ഗൈസ്. ഇത് നമുക്ക് എങ്ങനെ എടുക്കാം, വയ്ക്കാം. ഇങ്ങനെ വർക്ക് കുഞ്ഞിനെ സ്റ്റോർ ചെയ്യുക, ഇറങ്ങി കണ്ടം വരി ഓടുക. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ നോടാം. കാരണം അല്ലെങ്കിൽ വൂൾഫുകൾ പുറകെ ഉണ്ടാവും. ലാഗ്. എൻ്റെ അമ്മ, ഇനി ഇങ്ങനെ തന്നെ അടിച്ചുകൊണ്ട് പൊക്കോണ്ടിരുന്ന അവിടെ എത്തുന്ന ഡൗട്ടാണ് ഗൈസ്. ഓക്കെ, മാറിയിട്ടുണ്ട്. FPS കുറഞ്ഞാന്ന് തോന്നുന്നു ആയിടെ. ഇന്നാണല്ലേ ആക്രമിക്കണത്. വേഗം ചെല്ലാം ഗൈസ്. സെക്കൻഡ് കിഡിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യണം. പിന്നെ ബാൻഡേജും കൊടുക്കണം. പിന്നെ കുറച്ച് മീറ്റും കൊടുത്താൽ നമ്മൾ രക്ഷപ്പെടുമെന്ന്. പിന്നെ ബാൻഡേജ്. ഇനി വേണ്ടത് ഫുഡ്. ഡിയർ അങ്ങനെ എഴുന്നേറ്റായെന്നാണ് തോന്നണത്. ഓക്കെ, ഡിയർ എഴുന്നേറ്റുണ്ട്. ഇനി നമുക്ക് ഫുഡ് കൊടുക്കാം.
മറ്റേ നമ്മൾ ആദ്യത്തെ കിഡിനെ സേവ് ചെയ്തെടുത്തേക്ക് പോകും. അവിടെ ഞാൻ കുറേ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് വരാം. ഓക്കെ, ഐഡിയ ഉണ്ട്. നമുക്ക് ഇതിനൊക്കെ അടിച്ചിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. സ്റ്റോർ 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 അയ്യോ സ്റ്റോർ സ്റ്റോർ ഒരെണ്ണം 2-3 എണ്ണത്തിന് നമുക്ക് കിട്ടണം. സ്റ്റോർ 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 ഓക്കെ. ഓക്കെ ഗൈസ്, അങ്ങനെ വേണ്ട അത്രയും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിയറിനെ കൊണ്ട് കൊടുക്കാം. ഡിയർ വിൽ ബി ഹാപ്പി. ഓക്കെ, ഇനി നമ്മൾ ഈ ഫറെടുത്ത് അതിൻ്റെ കയ്യിൽ കൊടുക്കണം. ഈ ഫറെടുത്ത് അതിൻ്റെ കയ്യിൽ കൊടുക്കണം. രാത്രി വൂൾഫ് അറ്റാക്കിങ്. അറ്റാക്ക് ഓഫ് വൂൾഫ്. നമുക്ക് വല്ലതും പിന്നെ ഓക്കെ ഇത് തന്നെ ഈറ്റ്. അതും തന്നെ. തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ്. അയ്യോ, ഹീൽ ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് പോകണമല്ലോ. സ്പ്രൈറ്റ് സ്റ്റോപ്പ് ചെയ്യാം. വാവ് ഗൈസ്, ആൽഫ വൂൾഫ് ആണെന്നാണ് തോന്നുന്നത്. ആൽഫ വൂൾഫ് അറ്റാക്ക് എന്ന് പറഞ്ഞായിരുന്നു, വെറുതെ അല്ല ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് ബൈ ബൈ ഗൈസ്.